അമീബയാണ്. അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ആഗോളതലത്തിൽ 97% അമീബിക് മെനിഞ്ചോഎൻകഫലൈറ്റിസ് എന്ന രോഗത്തിന്റെ മരണനിരക്ക്. പ്രിയപ്പെട്ടവരെ, കേരളം 2023 നമ്മൾ ഗൈഡ് ലൈൻ ഉണ്ടാക്കി ചികിത്സാ പ്രോട്ടോകോൾ നിശ്ചയിച്ചു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസവും അതിന്റെ മീറ്റിംഗുകൾ എടുത്തു. രണ്ടാമത്തെ മീറ്റിംഗ് ആണ്. രണ്ടിലധികം മീറ്റിംഗുകൾ ഇതുമായി ബന്ധപ്പെട്ട് തൊട്ടടുത്ത് തന്നെ നടന്നു. ബഹുമാനപ്പെട്ട CM തന്നെ പല മീറ്റിംഗുകൾ എടുത്തു. വിദഗ്ധ സമിതി നമ്മൾ അതിന് രൂപീകരിച്ചു, ഗൈഡ് ലൈൻ ഇഷ്യൂ ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടായതെന്ന് കൂടി പറയണ്ടേ? കേരളത്തിൽ കണ്ടുപിടിക്കുമ്പോഴുള്ള ഗുണം, ആ വ്യക്തിയെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ നമുക്ക് സാധിക്കുന്നു. 97% മരണനിരക്ക്. അതായത് 100 പേർ രോഗം പിടിപെട്ടാൽ 97 പേര് മരിച്ചു പോകുന്നൊരു രോഗം. ആ രോഗം കേരളത്തിൽ മരണനിരക്ക് 23% കുറയ്ക്കാൻ കേരളത്തിലെ കഴിഞ്ഞു. ആരോഗ്യ മേഖലയിലെ ആരോഗ്യ പ്രവർത്തകർക്ക് കഴിഞ്ഞു എന്നുള്ളത് ഇവിടെ പറയട്ടെ. പക്ഷെ നമ്മൾ ജാഗ്രതയോടെ ഇരിക്കണം. ക്ലോറിനേഷൻ ഉൾപ്പെടെ നടത്തുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട CM നിർദ്ദേശം നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ കിണറുകളിൽ ഉൾപ്പെടെ തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ അത് നടക്കുകയാണ്. ഞാൻ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. ഈ പ്രവർത്തനങ്ങൾ നമുക്കിവിടെ നടത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഇച്ഛാശക്തിയോട് കൂടിയിട്ടുള്ള നേതൃത്വത്തിന്റെ ഫലമായിട്ടാണ്. ആരോഗ്യ മേഖലയിൽ ഈ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുള്ളത്. ആരോഗ്യ മേഖലയിൽ മാത്രമല്ല, ഇന്ന് നോക്കൂ, നമുക്ക് ഈ കേരളം തന്നെ ആഗ്രഹിക്കുന്ന ഒരു വലിയ പദ്ധതിയുടെ ഉദ്ഘാടനം എന്ന് നടക്കാനായിട്ട് പോവുകയാണ്. അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ ഈ മാറ്റങ്ങൾ 9 വർഷം കൊണ്ട് കേരളത്തിൽ സൃഷ്ടിക്കാൻ നമുക്ക് കഴിഞ്ഞു. ഇനിയും കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകുവാനാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തെറ്റായ പ്രചരണങ്ങളിലും കഴിഞ്ഞ ദിവസം ഒരു ബഹുമാനപ്പെട്ട CM പാറശാലയിൽ കിഫ്ബിയിൽ പൂർത്തീകരിച്ച കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. പാറശാല മുതൽ അങ്ങ് കാസർഗോഡ് വരെ ഓരോ ആശുപത്രിയിലും താലൂക്ക് ആശുപത്രിയിലും മികച്ച അടിസ്ഥാന സൗകര്യ വികസനം സാധ്യമാക്കിയിട്ടുണ്ട്. ഓരോ മേഖലയിലും ഇത് സാധ്യമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് വ്യാജ പ്രചരണങ്ങളിലും അധിക്ഷേപങ്ങളിലും കേരളത്തിന്റെ ആരോഗ്യ മേഖല തകർന്നു പോവില്ല എന്ന് ഇവിടെ ഫറൂഖ് ആശുപത്രിയിൽ നമ്മൾ സാക്ഷാത്കരിച്ച പൂർത്തീകരിച്ച ആശുപത്രിയുടെ ഉദ്ഘാടന വേദിയിൽ പറയട്ടെ. ഇതിനായിട്ട് പ്രയത്നിച്ച എല്ലാവരും, ബഹുമാനപ്പെട്ട മിനിസ്റ്റർ, MLA നിരവധിയായ ഇതിന് മീറ്റിങ്ങുകൾ എടുക്കുകയും അതോടൊപ്പം അതിൽ സൂക്ഷ്മമായ തലത്തിൽ ഇടപെടുകയും ചെയ്തിട്ടുണ്ട്. ഓരോ സൂക്ഷ്മാംശത്തിലും മിനിസ്റ്ററുടെ പ്രത്യേക ശ്രദ്ധയുണ്ട്. എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഔപചാരികമായി നമ്മുടെ ഈ ചരിത്രപ്രധാന ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി ആദരണീയനായ മുഖ്യമന്ത്രിയെ ആദരപൂർവ്വം ക്ഷണിച്ചു. വളരെ നന്ദിയാണ്.